പറഞ്ഞില്ല മെയിൽ ചെയ്യാനാണോ റിസീവ് മെയിൽ ബോക്സ് ഇത് എനിക്ക് തോന്നി 1 മണിയൊക്കെ ആവും തീരും. 1 മണിയാകുമ്പോൾ 1:30 കഴിക്കാം നമുക്ക്. അങ്ങനെ ആയിരിക്കും അത്രയും നേരം. അവർ പോയി. ആ, പുള്ളിക്കാരൻ്റെ വൈഫ് ഡിസേബിൾഡായി. അതായത് ഈ അപ്പം ചില പള്ളിക്കാർക്ക് 1000 2000 ഒക്കെ അപ്പം ഉണ്ടായിരുന്നു. അപ്പം കോരി ചുറ്റിട്ടുണ്ട് കയ്യിൽ കെയറുണ്ടാവും. പിന്നെ ഇവർക്ക് ഇൻഷുറൻസ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ 3-4 മാസമായിട്ട് അവർ വരുന്നില്ല. പുള്ളിക്കാരനെ കൊണ്ട് തന്നെ നല്ല ഓണറിൻ്റെ വൈഫ്. പിന്നെ അവർ വേണ്ടാന്ന് വെച്ചിട്ടില്ല. അറിയാം നമുക്ക് അത് വരെ ചെയ്തില്ല. ഈ ഓണർ, ഈ റെസ്റ്റോറൻറ്റ് ഓണർ അതൊന്നും ചെയ്തില്ലായിരുന്നു. ഫുഡ് സെർവ് ചെയ്തിട്ട്
അവർക്ക് വയ്യാതെയായി പോയപ്പോൾ കഷ്ടം. ആണോ? നമ്മൾ വെക്കുന്നതിലും വ്യത്യാസമുണ്ട്. കറിയൊക്കെ ഇവർ വെക്കുന്നേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയ സ്ഥലത്ത് ഇത്രയും പേരെ കണ്ടതിൽ വളരെ സന്തോഷം. ഇവിടെ ചീഫ് ഗസ്റ്റ് ഇവിടെ മെമ്പേഴ്സ് അല്ലാത്തവർക്കും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി പരസ്പരം അറിയാത്ത പലരുടെ കാണുന്നതുകൊണ്ട് ദയവായിട്ട് ഓരോരുത്തരായിട്ട് അവരുടെ അധികം സമയം എടുക്കാതെ ഫ്യൂ മിനിറ്റ്സായിട്ട് സംസാരിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു സന്തോഷമായിരിക്കും. പുതുതായിട്ട് ഒന്നോരായാലും ഒരു സെക്കൻഡ് മാത്രം. എൻ്റെ പേര് AC ജോർജ്. ഞാൻ ന്യൂയോർക്കറായിരുന്നു ഫോർമർ. ഇപ്പോൾ 18 വർഷമായിട്ട് ഇവിടെ സീന പ്ലാന്റേഷനിൽ താമസിക്കുന്നു. അത്ര തന്നെ. താങ്ക് യു. എൻ്റെ പേര് ഇന്നസെൻ്റ് ഉലഹന്നാൻ. ഞാനൊരു അഡ്വക്കേറ്റാണ്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 വർഷം താമസിക്കുന്നു. ഞാൻ ജേക്കബ് സാം. വളരെ ചുവ നാളെല്ലായിട്ട് വന്നിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ താമസം. എൻ്റെ പേര് ടോം വെരിപ്പൻ. ഞാൻ നമ്മുടെ റൈറ്റേഴ്സ് ഫോറമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആക്റ്റീവായിട്ട് വന്നിരിക്കുകയാണ്. താങ്ക് യു. എൻ്റെ പേര് ബിജി എബ്രഹാം. ഇവിടെ ഡോക്ടർ മാത്യു വൈരമൻ്റെ ഭവനത്തിൽ വിസിറ്റിങ്ങിനായിട്ട് വന്നിരിക്കുന്നതാണ്. എൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്ന അവിടെയായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്നതാണ്. പോത്താനിക്കാട് എൻ്റെ സ്ഥലം. വാഴക്കുളവും പോത്താനിക്കാടും. എൻ്റെ പേര് സാമുവൽ തോമസ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ബാഴ്സലോണയിൽ താമസിക്കുന്നു. ഇന്ന് നിങ്ങളെ കൂടെ ആയിരിക്കാൻ ദൈവടിയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. George Browns, architect, designer, 50 years in Houston. എൻ്റെ പേര് ജോൺ മാത്യൂസ്. ഞാൻ ന്യൂയോർക്കിൽ 40 വർഷത്തോളമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഹൂസ്റ്റണിൽ പാസദീനയിൽ 1.5 കൊല്ലമായിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അടുത്തായിട്ട് സെക്രട്ടറി, റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറി വെൽക്കം സ്പീച്ചിന് അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് ഏൽപ്പിക്കുന്നു. താങ്ക് യു. എനിവേ, എൻ്റെ പേര് ചെറിയാൻ മഠത്തിലേത്. ഇപ്പോഴത്തെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. താങ്ക് യു. ഞാൻ ജോൺ മാത്യു, പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 35-36 വർഷമായിട്ട് ഇവിടെ ഹ്യൂസ്റ്റണിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിലെ ആദ്യത്തെ സംഘടനയാണ്, സാഹിത്യ സംഘടനയാണ് ഹ്യൂസ്റ്റണിലെ കേരള റൈറ്റേഴ്സ് ഫോറം. ഇവിടെ ആദ്യകാലം മുതലുള്ള ഏതാനും അംഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരെ വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ട്. മൈക്ക് അടുപ്പിച്ച് പിടി. മൈക്ക് വായയുടെ അടുക്ക വെക്കുന്നില്ല. ഒന്ന് പ്രത്യേകമായിട്ട് ഒരു കാര്യം, നമ്മുടെ പുതിയ ഓണേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ സമ്മേളിക്കുന്നത്. അവർ നമ്മളോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. അതിന് വളരെ താങ്ക്സ്. നമ്മളും അവർക്ക് ഫുഡ് ഓർഡർ കൊടുത്തിട്ട് അവരെയും കൂടെ സഹായിക്കണം. ഒരു പ്രത്യേക കാര്യം പറയാൻ പ്രത്യേകമായിട്ടുള്ളത്, നമ്മുടെ അടുത്ത മീറ്റിംഗ് ഏപ്രിൽ 26-ാം തീയതി ആയിരിക്കും. ഏപ്രിൽ പോയട്രി മന്താണ്. അന്ന് ഏപ്രിലിലെ മീറ്റിങ്ങിൽ കവിതകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ആളുകൾ കഴിയുന്നതും കവിത എഴുതുന്നവർ വന്ന് സഹകരിക്കുകയാണെങ്കിൽ സന്തോഷമുണ്ട്. മറ്റൊന്നും പ്രത്യേകമായിട്ട് ആഡ് ചെയ്യാനില്ല.
വാക്കുകളെ ചുരുക്കിയിട്ട് ഈ ബുക്ക് പബ്ലിഷിംഗ് കോർഡിനേറ്ററുടെയിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കാം. എൻ്റെ പേര് മാത്യു നെല്ലിക്കുന്ന്. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 51 വർഷം കഴിഞ്ഞു. ഹൂസ്റ്റണിൽ റൈറ്റേഴ്സ് ഫോറം ആരംഭം മുതൽ എൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇത്രയും ആളുകളെ ഇന്ന് കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റുന്നതിലും സന്തോഷമുണ്ട്. റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ അടുത്ത പുസ്തകം 22ാമത്തെ പുസ്തകം ഇറക്കാൻ ആലോചനകളിരിക്കുന്നു. അതുകൊണ്ട് രചനകൾ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം തരിക. പിന്നെ കൂടുതൽ പറഞ്ഞു നേടുന്നില്ല. എല്ലാവർക്കും കാണുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. Any other business? Any other questions about? ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ എല്ലാവർക്കും കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. 2 കോപ്പിയേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് ഡോക്ടർ സണ്ണി എഴുമറ്റൂരിൻ്റെ ഏറ്റവും പുതിയ ബുക്കിൻ്റെ റിലീസിംഗ് ആണ്. അത് മിസ്റ്റർ ശമുവൽ തോമസ് ഹാൻഡ് ഓവർ ബുക്ക് ഡോക്ടർ CM ജേക്കബിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നടക്കുക. ഷോർട്ട് കമൻറ്റ് ബൈ മിസ്റ്റർ ശമുവൽ തോമസ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ CM ജേക്കബ് ഏതാനും മിനിറ്റുകൾ സംസാരിക്കുന്നതായിരിക്കും. ഷോർട്ട് കമൻറ്റ് ബൈ മാത്യു നെല്ലിക്കുന്ന് ആൻഡ് ജോൺ മാത്യു വളരെ 2 മിനിറ്റ് 1-2 മിനിറ്റ് വീതം. കമൻറ്റ്സ് ബൈ മിസ്റ്റർ ഗോഡ്ഫ്രി ഫ്രാൻസിസ്. ഇദ്ദേഹം വന്നില്ല. ഇല്ല. ഓക്കെ. വരുമോ? Comments by the author. A song by Mr. Jacobson. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബുക്ക് റിലീസിംഗും കൂടെ ഉണ്ട്. ടൊറൻറ്റോയിലുള്ള ജോൺ മതയുടെ ബുക്ക്. അതായത് SC ജോർജ് മിസ്സസ് ബോബി മാത്യുവിൻ്റെ ബുക്ക് റിലീസ് ചെയ്യും. 2-3 മിനിറ്റ് അദ്ദേഹം ആ ബുക്കിൽ മിസ്റ്റർ SC ജോർജ് ടോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു മലയാളം സ്റ്റോറിയുണ്ട്. അതിൻ്റെ കോപ്പി കുറേ 10-12 കോപ്പിയുള്ളൂ. പണ്ടേലും കിട്ടി കാണും. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ഡിസ്കഷനുണ്ട്. പിന്നെ ഓർഡർ തിങ്സ്. ഇത്രയാണ് പ്രോഗ്രാം. ഇനിയും ലിറ്റററി സെഷനാണ്. സാധാരണ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ഒരു മോഡറേറ്റർ ഉണ്ട് മീറ്റിങ്ങിന്. അദ്ദേഹത്തിൻ്റെയിലേക്ക് ഞാൻ ബൈക്ക് കൊടുക്കുകയാണ്. പ്രസിഡന്റ് അനുഭവത്തോട് മോഡറേറ്റർ ഗുഡ് മോർണിംഗ്. എല്ലാവരെയും കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിങ്ങിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 4 വർഷം പ്രവർത്തിച്ചു. അതുപോലെ സെക്രട്ടറി ആയിട്ട് 2 വർഷം പ്രവർത്തിച്ചു. ഇന്ന് മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഫോണിൽ കൂടിയും മറ്റുമായിരുന്നു ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ഈ കേരള കിച്ചണിൽ നടത്തുവാനായിട്ട് ഇടയായി. ഇതിൻ്റെ മാനേജ്മെൻറ്റ് മാറിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിലെ പ്രധാന വ്യക്തി മിസ്റ്റർ റിമൽ തോമസ് ആണ്. അദ്ദേഹം നമുക്ക് ഈ സ്ഥലം തന്നിട്ടുണ്ട്. തുടർന്നും ഈ ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. നമുക്ക് തുടർച്ചയായിട്ട് മാസം തോറും ഇവിടെ മീറ്റിംഗ് നടത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് പ്രധാനമായിട്ട് ഒരു ബുക്ക് റിലീസാണ്. ഡോക്ടർ സണ്ണി എഴുമറ്റൂർ. ഞങ്ങൾ ഒരുമിച്ച് സാഹിത്യ പ്രവർത്തനങ്ങളിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ടും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. സാഹിത്യരംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ധാരാളം ബുക്കുകൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രമല്ല, വിവിധ കാര്യങ്ങൾ. ഇന്ന് പ്രധാനമായിട്ട് ക്രിമേഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുമായിരിക്കും സാധാരണ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ക്രിമേഷൻ ചെയ്യാറില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ വളരെയധികം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ഇവിടെ ആളുകൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വായിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ മിസ്റ്റർ സാമുവൽ തോമസ് ആൻഡ് ഡോക്ടർ CM ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
മിസ്റ്റർ സാമുവൽ തോമസ് ഈ പുസ്തകം ഡോക്ടർ CM ജേക്കബിന് നൽകുന്നതായിരിക്കും. അതിനുശേഷം മിസ്റ്റർ സാമുവൽ തോമസ് ചെറിയ കമൻറ്റ് നൽകുന്നതായിരിക്കും. പുസ്തക പ്രകാശനം നടക്കുവാൻ പോവാണ്. ആദ്യമായിട്ട് മിസ്റ്റർ സാമുവൽ തോമസ് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ അടിസ്ഥാനമാക്കി ഡോക്ടർ CM ജേക്കബ് സംസാരിക്കും. May God's name be glorified. I am honored and grateful to be here with all of you this morning. As we have seen, we have released the 57th book of Dr. John Matthew. Mr. Matthew came to this country in the mid-70s. Ever since, God has been using him for his glory. I was blessed being with him in the same church for a number of years. He is well known as a speaker, Christian counselor, writer, church leader, and in so many other ways. I hope and pray that God will continue to use him for many more years for his glory. With that said, I'm concluding. May his name be glorified. Thank you. Dr. CM. This book is written in English language, so I have to give you some remarks in English language, even though our Writers Forum is Kerala Writers Forum. I'm so happy and appreciate Dr. Sunny Edimatur to write, God enabled him to write almost 57 books, and this is actually a record. In every aspect he wrote many books, historical, scientific, theological, and he is a well-known writer in Kerala, especially among the brethren, church believers, and also all over the world through social media. Indeed, I have great joy and consider it a privilege to have received a copy of this book at its release. Hence, I extend my sincere thanks and gratitude for considering me as the recipient of this book at its release. This book addresses the question of cremation versus burial. It's an interesting question. That's why he named this book as a burning question. Burning question. The question is burning and question is about burning. That is a very interesting factor. A topic raised by Brother Luis. He was one of the elders of San Antonio Assembly, and it explores whether cremation poses any issue and what happens to individuals during the resurrection of the saints. If we cremate a person, what will happen to the person at the time of the resurrection? And there are a lot of questions are there. Almost there are 9 chapters is there in this book. In each chapter he is talking about different subjects. The book comprises 9 chapters covering subjects like cremation, burial, resurrection, transformed bodies, and intermediate state. Intermediate state means after the death, what will happen to the soul and the spirit and the body, and what will happen. And this is the intermediate stage is before the resurrection
and after the death. That's what he mentioned there. I appreciate how the author thoughtfully evaluates these questions based on the Holy Scripture. We have to appreciate, because the basis of Christian faith and practice is the Holy Scripture. So he was evaluating this subject based on the Holy Scripture, because the burning question is about among the believers of Christendom. So he was evaluating this based on the Holy Scripture, because what the Holy Scripture says, whenever we have a question about our faith and practice, the question we are supposed to ask what the Holy Scripture says. That's what he did it. And I appreciate how the author thoughtfully evaluates these questions based on the Holy Scripture. As we progress through chapter 1 to 9, we might wonder about the conclusion of the posing question, because in the 1 to 9, the chapter, he did not give any answer. He was critically evaluating the problem. He was highlighting so many verses from the Holy Scripture, from Genesis to Revelation, and he was highlighting different verses. And he was bringing the points to the mind of the people, what is right and what is wrong. That I appreciate, because it's a structured way of evaluation, because he is a scholar. When we call Dr. Sunny Ilmettur. He didn't receive his doctoral position because he did this one through research, and he submitted his thesis and he got it. So he has got an aptitude of studying any subject in a research mentality, and then present the subject topic in a way, structured way. Structured way means you will talk about all the issues of that subject, and then we will come to the conclusion. That's what I said, that from when we read chapter 1 to 9, we will not understand what he is going to say finally. But when we reach to the last chapter, it's not the chapter, we say epilogue, that's what we say, conclusion. There, however, the author addressed this issue directly, and upon reading the epilogue, the final answers became clear. We know what is right, whether we should do cremation or we do burial during the funeral service, or there is any issue related to the cremation. This is what he was trying to present through this book. Actually, I appreciate the author, and I will also encourage all of you, please read it, so that we will have a better understanding about cremation, and if there is any problem with the cremation. The scripture provides sufficient evidence for the burial, and the burial is the pattern used in scripture and historically followed by the church, and we have so many examples from Adam to the first Adam and to the second Adam of our Lord Jesus Christ. Then, is there any problem with the cremation? Then in mostly Africa, he mentioned that when mostly Africa and Asian countries, they follow burial. But when it comes to the USA, the problem is financial issue. The question is dollar. The dollar. What do you do with the dollar? If you want to bury a person, you need at least to spend $30,000, for that purpose. Unless otherwise you have an insurance, you have to keep this money at the bank. Otherwise you will be giving a burden for your successors to take care of this one. That's the problem. Normally in India, most of the people, and my elder brother who is an evangelist, he usually say, live in Kerala, we can have a good life because if you have money. Then when you want to die, go and die in USA, because they will get a kingly funeral service. We don't say that as a funeral service, homegoing service, viewing service, and you will have big dignity, and there will be a lot of services related to that one. So he also explained, is there any problem with the cremation? If we have a problem, then we have a big question. He said cremation will not have any impact in resurrection. Cremation means you are burning the body. There is no impact on the resurrection. If you say that we have an impact, then Apostle Paul was burned alive. Burned alive, that's what we read in history. Nero, the king, burned him in the garden, in his garden. So many Christians were died by burning. That was a persecution. So we have to say that many are burned alive as a part of Christian persecution, including Apostle Paul. Also, many believers died. Even in the USA, we know the incident of 9/11. Many people died. There are a lot of believers are there. And what will happen to them? If you say cremation, we have a problem. Then we have a problem with these people who died through fire.
So, also many believers died due to the fire incidents. So we say that one cremation, the author says very clearly, cremation will not have any impact during the resurrection. And we believe that one. Even the unbelievers, those who were cremated, will also resurrect in the final resurrection to stand before the white throne before they will be casted to the lake of fire. So there will be another cremation, but there they will not die. That is because we call it fire. Hell is eternal hell. So they will stay there forever. Am I right? The author. So the conclusion is that all Christians should practice Christian burial unless extraordinary circumstances do not permit. So there is no impact of cremation during the resurrection. That's the conclusion of this book. Actually, he handled a very controversial, subject. But I appreciate the author because he is interested. Last time when I was here, most of us were here. He was handling a subject called a tattoo. This all. I don't know how much courage he got to handle this type of books. Most of the Christian authors, they don't like to write any controversial subject. The moment you write any controversial subject, you will be questioned, a group of people, because we have a mindset. We born and brought up, even though we are 50 years in USA, still we are following the 100 years old Kerala mind. He has another book, it is a typical Kerala mind, how it will be. There is a book also is there. So we have some traditional things in our mind. So the author, he concluded in his epilogue that he says that there is no impact of cremation during the resurrection. But the biblical method which they have followed, and it is the appreciated method of funeral service, because during the funeral service we are proclaiming that one, there is a day, and in that day he will resurrect, and our Lord Jesus Christ is going to come. That's why he says that we appreciate burial service unless otherwise there is a particular reason for that one. I appreciate the writer, and I wish may God give him good health so that he can write more books in the coming days, and thank you very much for this time. Thank you. After reading the book, Dr. C.M. Jacob gave a good summary of this book. So it is a debatable topic. You may agree or disagree with this topic. But if you want to know more about this book, please get a copy from Dr. Sunny Editor so you can get more information about this book. So let us move to other short comments on Mr. Matthew Nillikunnu സംസാരിക്കുന്നത്. One more words sorry to add it. The interesting factor is the book is written by Dr. Sunny Editor, and it is released by Sunny, and it is received by Sunny. This is the reason. That's a coincidence. That's great. By the way, thank you all. ഡോക്ടർ സാർണി എഴുമറ്റൂർ വെറ്റേഴ്സ് ഫോറത്തിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകത്തിന് cannot stand this kind of noise. അദ്ദേഹത്തിൻ്റെ അത് ഊരിയിടുന്നു. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് സാഹിത്യ സമ്മേളനമായിട്ട്. പുതിയ പുസ്തകം ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായമൊന്നും ഇപ്പോൾ പറയുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് മിസ്റ്റർ ജോൺ മാത്യു സംസാരിക്കുന്നത്. സണ്ണിയുടെ ബുക്ക് സണ്ണിക്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അതിനൊപ്പം വേറൊന്ന് കൂടെ ചേർക്കുകയാണ്. റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ
അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ വരണമെങ്കിൽ മാത്യു ആയിരിക്കണം. മാത്യു നെല്ലിക്കുന്ന, ജോൺ മാത്യു, മോർത്തി മാത്യു, മാത്യു വൈരമൻ, മാത്യു മത്തായി പ്രൊഫസറാണ്. ഓക്കെ, റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ 35 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മെമ്പറും കൂടെയാണ് ഡോക്ടർ സണ്ണി എഴുമറ്റൂർ. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ ബുക്ക് ഇവിടെ പ്രസിദ്ധീകരിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പേര് ഇവിടെ വന്നതിലും കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇതുപോലുള്ള വിഷയങ്ങളെപ്പറ്റി ഇനിയും ബുക്കുകൾ എഴുതും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റണിൽ ധാരാളം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വെളിയിൽ നിന്ന് വരുന്ന ധാരാളം എഴുത്തുകാരെയും സാഹിത്യ താല്പര്യർക്കും ഇതൊരു വേദിയായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ സണ്ണി എഴുമറ്റൂരിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വളരെക്കാലത്തെ ഒരു സുഹൃത്താണ് മിസ്റ്റർ റോയ്. അദ്ദേഹം ആദ്യമായിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൽ മീറ്റിംഗിൽ വരുന്നു. സ്വാഗതം പറയുകയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. അദ്ദേഹം ഒരു വലിയ സാഹിത്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ്. കുറേ വർഷം മുമ്പ് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്നെയൊക്കെ വിളിച്ചു പറഞ്ഞു കവിത എഴുതിക്കൊണ്ടുവരണം. നമ്മൾ ഇവിടെ കവിത എഴുതിക്കൊണ്ടുവരണം. പിറ്റേ ദിവസം മീറ്റിങ്ങിൽ ഞാനൊരു കവിത വെള്ളപ്പൊക്കത്തെ പറ്റി വായിച്ചു. അദ്ദേഹം ഇങ്ങനെ കലോപാസകനാണ്. ഇത് ആദ്യമായിട്ട് വളരെ സ്വാഗതമുണ്ട്. വരണം. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. താങ്ക് യു. റോയിയായിട്ട് എനിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. തുടർച്ചയായിട്ട് വരിക. ഇനി അടുത്തായിട്ട് പാസ്റ്റർ മാണി വർഗീസ് ഇടപെട്ടെടുക്കുക. താങ്ക് യു. മലയാളികളായിട്ടുള്ള സഹോദരങ്ങളെ, സ്നേഹിതരെ കണ്ട് ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ ബ്രദർ ജോൺ മാത്യുവിന് എൻ്റെ നന്ദി. കാരണം ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടത്തിൽ വന്ന് സ്തോത്രം. ഞാൻ ഒരു സുവിശേഷകനാണ്. അപ്പോൾ അതിനുള്ള അവസരം ഇവിടെ ഇല്ലാഴികയാൽ അനുമോദിക്കേണ്ടത് ആവശ്യമാകിയാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു വാചകം പറയട്ടെ, നമ്മളെല്ലാവരും ഒരു ഹൈവേയിലാണ്, സൂപ്പർ ഹൈവേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അങ്ങനെ റൈറ്റിന് വേണ്ടി എഴുതിയാണ് ഞാൻ ട്രംപുമായിട്ട് പരിചയപ്പെട്ടത്. എന്തായാലും ഇവിടം വരെ വന്നെത്തി. അധികം നാളില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മളെല്ലാവരും ഇവിടുന്ന് മരിച്ചടക്കാം. ക്രിമേഷനായാലും എങ്ങനെയായാലും ഇവിടുന്ന് പോകും. സോ അതിനുള്ള ഒരു സമയം നമ്മുടെ ഇവിടെയുള്ള ജീവിതകാലം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നതിന് പോലും അതിന് അവസരമില്ല. നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തായിട്ട് ഇതിന്റെ ഓദർ സംസാരിക്കുന്നതായിരിക്കും ഡോക്ടർ സണ്ണി എഴുമറ്റൂർ. ഈ പുസ്തകത്തെ കുറിച്ച് എഴുതിയ ആൾക്ക് ആധികാരികമായിട്ട് പറയാൻ പലതുമുണ്ട്. അദ്ദേഹത്തെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. First of all, I want to thank the organizers of the Kerala Writers Forum, the President, Secretary, and the other organizers, and especially the program coordinator, John Matthew Nellikundan, and organized this in a perfect way. So I also want to thank the people who participated in the releasing this book, for Samuel Thomas and Dr. C.M. Jacob, and especially giving a good summary of cremation.
And I write many books, not because I want to write, because many people ask me to write, because there are a lot of burning problems in this world. For example, in San Antonio, a church pastor called me 2023 and asked me to write a book about cremation, because in the church there are a lot of people have conflicts and debates. Some people are for cremation because of financial difficulties. Some people want burial. They say it's not proper. So he asked me my opinion, and I gave an opinion, and I promised him to write a small booklet. So this booklet deals with that question. Cremation is okay, it's not anything. My philosophy is that we should go any extreme stand in politics, social, religion, or anything like that. We should have a balanced opinion. Cremation is what people do, and I don't want to demonize them or criticize them. So that's their choice. But there is a way for every religion. Hindus have a way, Christians have another way. So Christians usually we prefer burial. So I have highlighted both issues, cremation and burial. And when you read it, you will get a balanced view. And thank you for coming, especially all the distinguished guests who came today to honor this meeting, and Pastor Mani Varghese and the wife and many others who came. I'm really glad and appreciate and may his name be glorified. Thank you. നമുക്ക് മീറ്റിംഗ് 1:30 അവസാനിപ്പിക്കണം. അതനുസരിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. 1-2 പേരെ കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ഫോമയുടെ പ്രവർത്തകനായ ഷാജി നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിലായിരുന്ന അദ്ദേഹം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നു. ഡിട്രോയിറ്റിൽ നിന്ന് മൂവ് ചെയ്ത് വന്ന മിസ്റ്റർ സുരേന്ദ്രൻ നായർ, അദ്ദേഹവും നല്ല സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനാണ്. അവരൊക്കെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് പുസ്തക പ്രകാശനമാണ്. സോറി, എ സോങ് ബൈ മിസ്റ്റർ ജേക്കബ് സാൻ. അതിനുശേഷം ആയിരിക്കും അടുത്ത പുസ്തക പ്രകാശനം. മിസ്റ്റർ ജേക്കബ് സാൻ. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായ
ശക്തിയും ഞങ്ങൾക്കേകണേ, ശക്തിയും ഞങ്ങൾക്കേകണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ, ശക്തിയും ഞങ്ങൾക്കേകണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണിക്കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു, സ്നേഹസംഗീതം പാടുന്നു. നല്ലൊരു പ്രാർത്ഥനാ ഗാനമാണ്, നല്ല വരികളുമാണ്, നല്ല ട്യൂണുമുണ്ട്. താങ്ക് യു. അവർക്ക് എന്തെങ്കിലും പറ്റി പുസ്തകത്തെ പറ്റി സംസാരിക്കാറുണ്ട്. കേട്ടില്ല. അടുത്ത പുസ്തക പ്രകാശനമാണ്. ഇളമത, കാനഡയിലുള്ള ഇളമത എഴുതിയ പുസ്തകമാണ്. മിസ്റ്റർ AC ജോർജ്, അല്ല മിസ്റ്റർ ജോൺ മാത്യു അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മിസ്റ്റർ AC ജോർജ്, മിസ്സസ് ബോബി മാത്യുവിന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നതായിരിക്കും. ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോൺ ഇളമതയുടെ എഴുത്തുകൾ ഇവിടെ വായനക്കാർക്ക് വളരെ പരിചിതമാണ്. അദ്ദേഹം കാനഡയിലെ ടൊറന്റോയിലാണ്. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ഇവിടെ പ്രകാശനം ചെയ്യണമെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ചാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കഴിയും. ആദ്യമായിട്ട് പുസ്തകം ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം AC ജോർജ് 2-3 മിനിറ്റ് ടോക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ AC ജോർജിനെ ക്ഷണിക്കുന്നു. മിസ്സസ് ബോബി മാത്യു, 2 ബോബി ഉണ്ടല്ലേ, ക്ഷണിക്കുന്ന ജോൺ ഇളമതയ്ക്ക് വേണ്ടി ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള അവസരം തന്ന കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റൺ, അതേമാതിരി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാഹിത്യ ആസ്വാദകർ, വായനക്കാർ, എഴുത്തുകാർ എല്ലാം വേണ്ടി ഞാൻ ജോൺ ഇളമതയ്ക്ക് വേണ്ടി ഇവിടെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് ജീവിക്കാൻ മറന്നുപോയവർ. ഞാനിത് മിസ്സസ് ബോബി മാത്യുവിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. താങ്ക് യു. വീണ്ടും പ്രിയ സുഹൃത്തുക്കളെ, ജോൺ ഇളമത 2-3 വർഷം മുൻപ് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1-2 സാഹിത്യ സദസ്സുകളിൽ അദ്ദേഹം പ്രസംഗിച്ചു.